Dear students, രണ്ടാം സെമസ്റ്റർ പൊളിറ്റിക്കൽ സയൻസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഈ ഒരു സബ്ജക്റ്റ് അതിൻ്റെ സിലബസും അതിൻ്റെ തുടക്കം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗത്ത് പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കാനുള്ളത് ഒരു 4 നിയമങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെടുത്താവുന്ന 4 നിയമങ്ങളാണ് ഭരണഘടനയുടെ ഉത്ഭവം അല്ലെങ്കിൽ അതിൻ്റെ വികാസം, ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 4 നിയമങ്ങളാണ്: ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1909, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആൻഡ് ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് ആക്ട് 1947. ഈ 4 നിയമങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ക്ലാസ്സിൽ ആദ്യം ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1909 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നുള്ളൊരു നിയമത്തെക്കുറിച്ച് മാത്രമാണ് ചെറിയ രീതിയിൽ എന്താണ് ആ നിയമത്തിൻ്റെ പ്രത്യേകത എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഹെഡിങ് സൂചിപ്പിക്കുന്നത് പോലെ മൊണ്ടേഗു-ചെംസ്ഫോർഡ് റിഫോംസ് എന്ന പേരിലും ഈ നിയമം അറിയപ്പെടും. 1919 ഇന്ത്യ ഗവൺമെൻറ് നിയമം മൊണ്ടേഗു-ചെംസ്ഫോർഡ് റിഫോംസ്, പരിഷ്കാരങ്ങൾ, മൊണ്ടേഗു-ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ എന്ന പേരിലും അറിയപ്പെടും എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ നിയമത്തിൻ്റെ പശ്ചാത്തലം, ഈ നിയമത്തിൻ്റെ രൂപീകരണത്തിനുള്ള കാരണം എന്നാണ് നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ നോക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിച്ച് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1885 become more active during the First World War and started its campaign for self-government. നമുക്കറിയാം 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ രൂപീകൃതമാകുന്നത്. അത് പ്രധാനമായിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം, ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ക്യാമ്പയിന്, പ്രത്യേകിച്ച് സെൽഫ് ഗവൺമെൻറ്, സ്വയം ഭരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ക്യാമ്പയിന് ശക്തി ആർജിച്ച ഒരു സമയമാണ് 1919 അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട. The British government declared its policy in 1917 through Montagu, Secretary of State, and Chelmsford, Governor General report. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളും അവരുടെ ആവശ്യമൊക്കെ വെച്ച് റെസ്പോൺസ് ടു ദിസ് പോപ്പുലർ ഡിമാൻഡ്, പ്രത്യേകിച്ച് സെൽഫ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള, സ്വയം ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള, തദ്ദേശമായിട്ടുള്ള ഭരണകൂടത്തിന് വേണ്ടിയിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ കരുത്താർജിച്ചപ്പം അതിനെ ഒന്ന് തടയിടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനൊന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1917 മൊണ്ടേഗു, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, അതേപോലെ ചെംസ്ഫോർഡ്, ഗവർണർ ജനറൽ, 2 പേരെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്. ഈ ഒരു റിപ്പോർട്ടാണ് യഥാർത്ഥത്തിൽ ദിസ് ലീഡ്സ് ടു ദ എനാക്ട്മെൻറ്റ് ഓഫ് ആൻ ആക്ട് കോൾഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1909. ഈ ഒരു റിപ്പോർട്ടാണ് സെക്രട്ടറി ആയിരുന്ന മൊണ്ടേഗുവും ഗവർണർ ജനറലായിട്ടുള്ള ചെംസ്ഫോർഡും ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ് എന്ത് ചെയ്തത്, പിന്നെ 1919 ഇന്ത്യ ഗവൺമെൻറ് നിയമമായി മാറുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 രൂപീകരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് രൂപീകരിക്കുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തോടു കൂടി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ നിന്ന് അവരുടെ ശ്രദ്ധ തിരിച്ചോടുകൂടി, പ്രത്യേകിച്ച് വലിയ പ്രത്യാഘാതങ്ങൾ, നികുതി കൂട്ടിയതുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നു, ഇന്ത്യയിലെ ജനങ്ങൾക്ക്. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യുന്നതിന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ജനകീയമായ പ്രക്ഷോഭം ശക്തമാവുകയും, പ്രത്യേകിച്ച് അവർ ഡിമാൻഡ് ചെയ്യുന്നത് സെൽഫ് ഗവൺമെൻറ്, സ്വയം ഭരണം ഒക്കെ ഡിമാൻഡ് ചെയ്യുന്ന ഒരവസ്ഥ വന്നപ്പോൾ അതിനൊന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടി ചെംസ്ഫോർഡിനോടും മൊണ്ടേഗുവിനെയും ചേർന്നുകൊണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ നിയമം ബ്രിട്ടീഷ് ഗവൺമെൻറ്, ബ്രിട്ടീഷ് പാർലമെൻറ്റ് രൂപീകരിക്കുകയാണ്. ഈ നിയമത്തെയാണ് 1919 നിയമം എന്ന് നമ്മൾ പറയാം. ഇതിൻ്റെ ഫീച്ചേഴ്സ്, ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ ആക്ട് ആണ് നമ്മൾ പ്രധാനമായും ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. 3 പ്രധാനപ്പെട്ടുള്ള ഫീച്ചേഴ്സാണ് ഈ നിയമത്തിനുള്ളത്. ഒന്നാമത്, ഇൻട്രൊഡക്ഷൻ ഓഫ് ഡയറാർക്കി ഇൻ ദ പ്രൊവിഷൻസ്. ദ ആക്ട് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് absorbs a system of administration in the provisions known as hierarchy. The subject of administration were to be divided central and provision. ഡയറാർക്കി ദ്വിഭരണം ഏർപ്പെടുത്തി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്.
നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ദ്വിഭരണ സംവിധാനം ആദ്യമായി നിലവിൽ വരുന്നത്. അതുവരെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണെങ്കിൽ ഈ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഭരണ സംവിധാനത്തെ 2 ഭരണ സംവിധാനമായി ഡിവൈഡ് ചെയ്യാൻ ബ്രിട്ടീഷ് പാർലമെൻറ്റ് തയ്യാറായി എന്നുള്ളതാണ്. സെൻട്രൽ ആൻഡ് പ്രൊവിഷൻ, സെൻട്രൽ ഗവൺമെൻറ്റും പ്രൊവിഷണൽ ഗവൺമെൻറ്റുകളും എന്നുള്ള നിലക്ക് എന്ത് ചെയ്തു, ഇന്ത്യയിലൊരു അധികാര വികേന്ദ്രീകരണം അല്ലെങ്കിൽ ഒരു ഇന്ത്യയിലെ ഭരണ സംവിധാനം എന്ത് ചെയ്യാണ് 2ആയി തരംതിരിക്കാൻ ബ്രിട്ടീഷ് പാർലമെൻറ്റ് തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഓഫ് ഡെറാർക്കിയാണ്, ദ്വിഭരണ സംവിധാനത്തിൻ്റെ ഉത്ഭവമാണ് ഈ ഒരു നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ. ഈ നിയമത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ്. രണ്ടാമത് റിലാക്സേഷൻ ഓഫ് സെൻട്രൽ കൺട്രോൾ ഓവർ ദ പ്രൊവിഷൻസ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നിയമം വന്നതോടുകൂടി പ്രൊവിഷൻസുകളുടെ മേലിലുള്ള സെൻട്രൽ കൺട്രോൾ, ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ കൺട്രോളിൽ റിലാക്സേഷൻ ഉണ്ടാവുകയും ദ റൂൾസ് മെയ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1909 were known as devolution rules. It separates the subject of administration into 2 categories, central and provisional. പ്രധാനമായും സെൻട്രൽ ഗവൺമെൻറ്റിനും പ്രൊവിഷണൽ ഗവൺമെൻറ്റിനും വേണ്ടി 2 ലിസ്റ്റുകൾ തയ്യാറാക്കുകയും സെൻട്രൽ ലിസ്റ്റും പ്രൊവിഷണൽ ലിസ്റ്റും തയ്യാറാക്കി സെപ്പറേറ്റായി അധികാര വിഭജനം നടത്തി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട. അഥവാ അതുവരെ ഒരു ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ കൺട്രോളിൽ മാത്രമായിരുന്ന ഭരണം ചെറിയ രീതിയിൽ പ്രൊവിഷൻസുകൾക്ക് എന്ത് ചെയ്യാണ്, അധികാരം നൽകുകയാണ്. ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കി, പ്രൊവിഷണൽ സെൻട്രൽ ലിസ്റ്റ് പ്രൊവിഷണൽ ലിസ്റ്റ് എന്നുള്ള വിഷയത്തിൽ 2 ലിസ്റ്റ് തയ്യാറാക്കി കുറച്ച് അധികാരം പ്രൊവിഷൻസിന് കൈമാറി എന്നുള്ളതും ഈ ഒരു നിയമത്തിൻ്റെ പ്രത്യേകതയാണ്. മൂന്നാമത്തത് ഇന്ത്യൻ ലെജിസ്ലേച്ചർ മെയ്ഡ് മോർ റെപ്രസെൻറ്റേറ്റീവ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ ലെജിസ്ലേച്ചർ, ഇന്ത്യൻ നിയമനിർമ്മാണ സഭയിൽ കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഒരു നിയമത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ദ സെൻട്രൽ ഗവൺമെൻറ് ലീഡ് ദ ഗവർണർ ജനറൽ continued to remain responsible only to the British Parliament through the Secretary of State. The Indian legislature was made more representative and bicameral. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യക്കാർക്കൊക്കെ പ്രത്യേകിച്ച് ലെജിസ്ലേച്ചറിൽ നിയമനിർമ്മാണ സഭയിൽ കൂടുതൽ പ്രാതിനിധ്യം നൽകുകയും ഇന്ത്യക്കാർക്കൊക്കെ പ്രാതിനിധ്യം നൽകുകയും അത് 2 ബൈക്യാമറലായി 2 സഭയായി അതിനെ മാറ്റുകയും ചെയ്തു. യൂണിക്യാമറലിന് പകരം 2 സഭയായി അതിനെ മാറ്റി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട. അപ്പർ ഹൗസ്, ലോവർ ഹൗസ് എന്നുള്ള നിലക്ക് എന്ത് ചെയ്യാണ്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നുള്ള അപ്പർ ഹൗസും അതേപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നുള്ള ലോവർ ഹൗസുമായിട്ട് അതിനെ തരംതിരിച്ചു. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ പ്രാതിനിധ്യം, അതിൽ ഇന്ത്യക്കാർക്ക് അടക്കം കൂടുതൽ പ്രാതിനിധ്യം നൽകി എന്നുള്ളതും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഈ ഒരു നിയമത്തിൻ്റെ പ്രധാനപ്പെട്ടുള്ള പ്രത്യേകത. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് അപ്പർ ഹൗസ് ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ലോവർ ഹൗസ് എന്നൊക്കെ ഇതിനെ ഡിവൈഡ് ചെയ്തു എന്നുള്ളതും ഈ നിയമത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള പ്രത്യേകതയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ നിയമവുമായി ബന്ധപ്പെട്ട് വളരെ സിമ്പിളാണ്. നമുക്ക് പ്രധാനമായും ഈ ഒന്നാമത്തെ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞു 4 നിയമങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. 1909 ഇന്ത്യ ഗവൺമെൻറ് നിയമം, 1919 ഇന്ത്യ ഗവൺമെൻറ് നിയമം, 1935 ഇന്ത്യ ഗവൺമെൻറ് നിയമം, 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. അങ്ങനെ ഈ നിലയിലാണ് നമുക്ക് 4 നിയമങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ നിയമത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ നിയമം ഇന്ത്യ ഗവൺമെൻറ് ആക്ട് 1919 നിയമത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അതിനെ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്ന പേരിലും ഈ നിയമം അറിയപ്പെടുന്നത്. 1909 നിയമം മിൻഡോ മോർലി റിഫോംസ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതുപോലത്തെ തന്നെ 1919 നിയമം മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിനുള്ള കാരണം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന മൊണ്ടേഗും അതേപോലെ ഗവർണർ ജനറൽ ആയിട്ടുള്ള ചെംസ്ഫോർഡും ചേർന്നിട്ടാണ് ഈ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം അവരുണ്ടാക്കിയുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം രൂപീകൃതമായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ നിയമം രൂപീകൃതമാവാനുള്ള പശ്ചാത്തലം കോൺഗ്രസിൻ്റെ ശക്തി ആർജിച്ചതും കോൺഗ്രസ് സെൽഫ് ഗവൺമെൻറ്, സ്വയം ഭരണം കൂടുതൽ ഡിമാൻഡ് ചെയ്തപ്പോൾ അതിനൊന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഇന്ത്യക്കാർക്ക് കുറച്ച് അധികാരങ്ങൾ കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു നിയമം ബ്രിട്ടീഷുകാരുണ്ടാക്കിയെന്ന് മനസ്സിലാക്കുക. ഈ നിയമത്തിന് പ്രധാനമായും 3 ഫീച്ചേഴ്സാണുള്ളത്. ഒന്ന് ഡെറാർക്കി, ദ്വിഭരണ സംവിധാനം കൊണ്ടുവന്നു. സെൻട്രൽ ഗവൺമെൻറ്, പ്രൊവിഷണൽ ഗവൺമെൻറ് എന്നുള്ള 2 ഗവൺമെൻറ്റുകൾ കൊണ്ടുവന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറാണ്. അതേപോലെ പ്രൊവിഷണൽ ഗവൺമെൻറ്റിന് കൂടുതൽ അധികാരങ്ങൾ, ചിലർക്ക് പ്രത്യേകിച്ച് അവർക്ക് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് കൂടുതൽ അധികാരം നൽകി എന്നുള്ളതും ഈ ഒരു നിയമത്തിൻ്റെ പ്രത്യേകതയാണ്. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ ലെജിസ്ലേച്ചറിൽ ഒരുപാട് പ്രാതിനിധ്യം, ഇന്ത്യക്കാർക്ക് പ്രാതിനിധ്യം നൽകുന്ന രീതിയിൽ ബൈക്യാമൽ, ഒരു ദ്വിമണ്ഡല സംവിധാനമായി ലെജിസ്ലേച്ചറിനെ മാറ്റി എന്നുള്ളതും ഈ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള
പ്രത്യേകത. അങ്ങനെ ഉള്ള പ്രത്യേക ഫീച്ചേഴ്സാണ് ഈ നിയമത്തിന് പ്രധാനമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കൃത്യമായി നോട്ട് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യും വേണം എന്നും കൂടി അറിയിക്കുക. നോട്ട് എഴുതിയിട്ട് ഗ്രൂപ്പിൽ അത് പിന്നെ എന്ത് ചെയ്യാണ്, ഫോട്ടോ സെൻഡ് ചെയ്യണമെന്നും കൂടി അറിയിക്കണം.